സുബ്ഹ് നിസ്കാരത്തിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്. ആ നിസ്കാരത്തിനെ സംബന്ധിച്ച് ഹബീബാ നബി തങ്ങൾ പറയുന്നു, എന്ത്? അതായത് സുബ്ഹ് നിസ്കാരത്തിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, ആ നിസ്കാരം അല്ലാഹുവിന്റെ ഹബീബാ നബി തങ്ങൾ പറയുന്നു, അഹബ്ബു ഇലയ്യ മിനദ് ദുനിയാ ജമീഅ. ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഈ 2 റക്അത്തുകൾ ദുനിയാവിലുള്ള മുഴുവനും എനിക്ക് തരുന്നതിനേക്കാൾ, എനിക്ക് നൽകുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ 2 വിശുദ്ധമായ സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരമാണെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവും അതിലടങ്ങുന്ന സകല വസ്തുക്കളും ഹബീബാ നബി തങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ നബി തങ്ങൾക്ക് ഇഷ്ടം സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് റവാത്തിബ് സുന്നത്ത് നിസ്കാരം. ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാർ ഒരുപാട് എഴുതുന്നുണ്ട്. സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഒരാൾ നിർവഹിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യനിക്ക് ദുനിയാവും അതിലടങ്ങിയ സകല വസ്തുക്കളും അവനിക്ക് ഖൈറായി അല്ലാഹു നൽകപ്പെടും എന്ന് പറഞ്ഞാൽ അവന്റെ കച്ചവടത്തിൽ ബർക്കത്തുണ്ടാവും, അവന്റെ ജോലിയിൽ ഐശ്വര്യമുണ്ടാകും, അവന്റെ രോഗങ്ങൾ സുഖമാകും, അവന്റെ കടങ്ങൾ വീടും, അവന്റെ മക്കളുടെ കല്യാണം നടക്കും, വീട് പണി നടക്കും. ഇതൊക്കെയല്ലേ ദുനിയാവിലെ സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാല്. ഇതൊക്കെ അല്ലാഹു അവനിക്ക് ചെയ്തു കൊടുക്കും സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞാൽ. ആ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിൽ ആദ്യത്തെ റക്അത്തിൽ അലം നശ്റഹ് സൂറത്തും രണ്ടാമത്തെ റക്അത്തിൽ അലം തറയും ഓതിയാൽ അവന്റെ ശരീരവേദനകളെ അല്ലാഹു സുഖപ്പെടുത്തുമെന്ന് ഹബീബാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശരീരവേദനകൾ അവനിക്കുണ്ടാകുകയില്ല. 2 അലമുകൾ ഓതിയാൽ അവന്റെ ശരീരത്തിൽ അലം ഉണ്ടാകുകയില്ല, വേദനകൾ ഉണ്ടാകുകയില്ല. അലം തറ, അലം നശ്റ ആദ്യത്തെ റക്അത്തിലും അലം തറ രണ്ടാമത്തെ റക്അത്തിലും ഓതിയാൽ വേദനകൾ, അവന്റെ ശരീരത്തിൽ വേദനകൾ ഉണ്ടാകുകയില്ല. അല്ലാഹു ഖൈർ നൽകുമാറാവട്ടെ. അതേപോലെ തന്നെ ഖുൽ യാ അയ്യുൽ കാഫിറൂൻ ഖുൽ ഹുവല്ലാഹു അഹദ് ഇതും ഓതിക്കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ആ സുബഹിയുടെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു കഴിഞ്ഞ ഉടനെ ഒന്ന് ചെരിഞ്ഞു കിടക്കലും സുന്നത്തുണ്ട്. ഒന്ന് ചെരിഞ്ഞു കിടക്കണം, ആ കടത്തം സുന്നത്താണ്. ഇനി സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് ചെരിഞ്ഞു കിടക്കുന്നതിന്റെ മുമ്പായി ഇഖാമത്ത് കൊടുത്തു, ജമാഅത്തിന് വേണ്ടി ഇഖാമത്ത് കൊടുത്തു. എന്നാ ചെയ്യേണ്ടത്? നേരെ റവാത്തിബ് കഴിഞ്ഞിട്ട് ഇഖാമത്ത് കൊടുത്താൽ ജമാഅത്തിന് വേണ്ടി പോകണം. ജമാഅത്ത് കഴിഞ്ഞിട്ട് മുമ്പുള്ള ആ ചെരിഞ്ഞു കിടത്തം ഖളാ വിട്ടുകയും ചെയ്യണം. ഹബീബാ നബി തങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ തെളിവ്. ചെരിഞ്ഞു കിടക്കുകയാണ് വേണ്ടത്. ചെരിഞ്ഞു കിടക്കുമ്പോൾ നെഞ്ചും മുഖവും ഖിബലയിലേക്കാകും വിധത്തിൽ, അതായത് വടക്കോട്ട് തല, തെക്കോട്ട് കാല്, എന്നിട്ട് വലത്തോട്ടൊന്ന് ചെരിഞ്ഞിട്ട് ഖിബലക്ക് നേരെ തിരിഞ്ഞു കിടക്കുക. ആ കടത്തത്തില് അല്ലാഹുമ്മ അജ്റിനി മിനന്നാർ, അല്ലാഹുമ്മ അജ്റിനി മിനന്നാർ, അല്ലാഹുമ്മ അജ്റിനി മിനന്നാർ 3 തവണ പറയുക. അല്ലാഹുമ്മ അദ്ഖിൽനിൽ ജന്നത, അല്ലാഹുമ്മ അദ്ഖിൽനിൽ ജന്നത, അല്ലാഹുമ്മ അദ്ഖിൽനിൽ ജന്നത 3 തവണ പറയുക. അതേപോലെ തന്നെ ആ കിടത്തത്തിൽ അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വമീകായില വഇസ്റാഫീല വഅസ്റാഹീല വഹമലത്തിൽ അർശി വമുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ അജ്റിനി മിനന്നാർ, അല്ലാഹുമ്മ അജ്റിനി മിനന്നാർ, അല്ലാഹുമ്മ അജ്റിനി മിനന്നാർ 3 തവണ പറയുക. അല്ലാഹുമ്മ അദ്ഖിൽനി ജന്നത, അല്ലാഹുമ്മ അദ്ഖിൽനി ജന്നത, അല്ലാഹുമ്മ അദ്ഖിൽനി ജന്നത ഇങ്ങനെയും 3 തവണ പറയുക. എന്തോ ഒരു റാഹത്താണെന്നറിയോ. എന്നിട്ട് ആ ചെരിഞ്ഞു കിടന്ന്, ഉമ്മമാരിത് എല്ലാവർക്കും, ആണുങ്ങൾക്ക് മാത്രമല്ല. ചില ആളുകൾ വിചാരിക്കുന്നത് ഈ സുന്നത്തുകളൊക്കെ ആണുങ്ങൾക്ക് മാത്രമാണ്. നല്ല, ആണുങ്ങൾക്ക് മാത്രമല്ല, എല്ലാവർക്കും സുന്നത്താണ്. ഒന്ന് ചെരിഞ്ഞ്, ആ സമയത്ത് ഉറങ്ങരുതേ, ആ സമയത്ത് ഒന്ന് ചെരിഞ്ഞു കിടന്ന് ഈ ദിക്ർ ചൊല്ലി എഴുന്നേറ്റിരിക്കുക. എഴുന്നേറ്റിരുന്ന് അവൻ എന്ത് ചെയ്യുക? മരണത്തെ സംബന്ധിച്ച് ഓർക്കുക. സുബഹി നിസ്കാരത്തിന്റെ തൊട്ട് മുമ്പായി മരണത്തെ സംബന്ധിച്ച് ഓർക്കണം. ആ ഓർത്ത് മരണത്തെ, അതായത് ഞാൻ മരിക്കുമല്ലോ, ഖബറിൽ പോയിട്ട് കിടക്കണമല്ലോ. ഖബർ എന്തോ ഒരു ഭയാനകതയുള്ള വീടാണ്. അവിടെ രക്ഷപ്പെടണമല്ലോ. എങ്ങനെയാ പഠിച്ചവൻ അവിടെ രക്ഷപ്പെടുക? നമ്മുടെ മുൻകഴിഞ്ഞു പോയ ആളുകളൊക്കെ ആ ഖബറിലുണ്ടല്ലോ, അവരുടെ അവസ്ഥ എന്താണെന്ന് ചിന്തിക്കണം. അത് ചിന്തിച്ചതിന് ശേഷം ആ മരണത്തെ സംബന്ധിച്ച് ഓർത്തതിന് ശേഷം യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അൻത, യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അൻത, യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അൻത, യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അൻത 40 തവണ പറയുകയും ചെയ്യണം. അങ്ങനെ പറഞ്ഞാൽ ആ മനുഷ്യൻ അവനറിയാതെ തെറ്റുകളിൽ നിന്ന് മുക്തനായി നല്ല വഴിയിലേക്ക് അവൻ നിൽക്കുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. അവനെ കൊണ്ട് തെറ്റ് ചെയ്യാൻ കഴിയുകയില്ല, അവനെ കൊണ്ട് ഹറാമ് കാണാൻ കഴിയുകയില്ല, ഹറാമ് സംസാരിക്കാൻ കഴിയുകയില്ല, ഹറാമായത് പ്രവർത്തിക്കാൻ അവരെ കൊണ്ട് സാധിക്കുകയില്ല. അത്രയും മഹത്വമുള്ള വിശുദ്ധമായ പവിത്രതയുള്ള അമലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ്
തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മൾ ആരും ഉപേക്ഷിക്കരുതേ, നമ്മൾ ആരും ഇതിനെ തള്ളിക്കളയരുതേ. അള്ളാഹു സ്വീകരിക്കട്ടെ. അതുപോലെ ഉമ്മി ഹബീബ റളിയല്ലാഹു അൻഹ ധരിക്കുന്ന ഹദീസ് ബിൻതി അബീ സുഫിയാൻ, അബൂ സുഫിയാൻ എന്നവരുടെ മകളാണ്. അബൂ സുഫിയാൻ എന്ന് പറഞ്ഞാല് നബി തങ്ങളെ വല്ലാതെ ചീത്ത പറഞ്ഞ, വല്ലാതെ ആക്ഷേപിച്ച ഒരു വലിയ കച്ചവടക്കാരനാണ് അബൂ സുഫിയാൻ. പക്ഷെ അബൂ സുഫിയാന് നബി തങ്ങൾ ഇല്ലാത്തോടത്ത് പോയിട്ട് നബി തങ്ങളെ മധു പറഞ്ഞിട്ടുണ്ട്. ഇറക്കൽ പോയിട്ട് അബൂ സുഫിയാൻ സംഘവും വന്നിട്ട് നബി സത്യസന്ധനാണ്, നബി നല്ലവനാണ്, കുടുംബബന്ധം പുലർത്തുന്നവനാണ്, നബി ഇല്ലാത്തോടത്ത് പോയിട്ട് നബിനെ പറ്റി പുകഴ്ത്തുകയും പറയുകയും ചെയ്ത ആളുകളാണ് അബൂ സുഫിയാൻ. അത് അങ്ങനെ എല്ലാവർക്കും കഴിയുള്ളൂ. ഏത് ശത്രുക്കളുടെയും മനസ്സിന്റെ ഉള്ളിൽ മുഹമ്മദ് പാവമാണ്, മുഹമ്മദ് സാധുവാണ്, മുഹമ്മദ് അനീതി പ്രവർത്തിക്കുകയില്ല, സത്യസന്ധനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ പറയാൻ കഴിയുള്ളൂ. ആ അബൂ സുഫിയാൻ പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്. ആ അബൂ സുഫിയാൻ എന്നവരുടെ മകളെ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കല്യാണം കഴിയും. ഉമ്മു ഹബീബയാണ് അവര് പറയുകയാണ്, അവര് പറയുകയാണ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഹാഫള അലാ അർബഇ റകഅത്തിൻ ഖബല അൽ-ളുഹരി. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഉമ്മമാരെ കേട്ടോളും, ഉമ്മമാരെ, അലക്കുന്ന സമയത്തില് അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു സമയം ഇതിനെ മാറ്റിവെച്ചാൽ വലിയ കൂലിയാണ്. മൻ ഹാഫള, ഞാൻ ഇങ്ങനെ വായിച്ചു പോകണമെന്ന് അറിയോ, ഞാൻ വഴുത് പറയാതെ പോകുന്നത് ചുരുങ്ങിയ സമയത്തിന്റെ ഉള്ളിൽ കുറെ കാര്യം പറയാനാണ്. കുറെ നീട്ടി പറഞ്ഞ, ഇങ്ങനെ വലിച്ചു പറഞ്ഞ ഒരു 5 മിനിറ്റ് അങ്ങനെ പോകുന്ന വിചാരിച്ചിട്ടാണ് കടകടോ എന്ന് പറയുന്നത്. ആ കടകടോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പിന്നീട് രണ്ടാമതും റിപ്പീറ്റ് ആയിട്ട് കേൾക്കാവുന്നതുമാണ്. ആരെങ്കിലും ഒരാള് 4 റക്അത്തിന് നിസ്കരിച്ചു കഴിഞ്ഞാൽ ളുഹറിന്റെ മുമ്പായി ളുഹറിന് ശേഷവും 4 റക്അത്ത് നിസ്കരിച്ചാൽ അല്ലാഹു എനിക്ക് കൊടുക്കുന്ന പ്രതിഫലം ഹറമല്ലാഹു തആല അലന്നാർ, നരകത്തിന്റെ മേൽ അവനെ അല്ലാഹു ഹറാമാക്കുമെന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത്? ളുഹറിന് മുമ്പ് 4 റക്അത്ത് സുന്നത്ത് നിസ്കാരം റവാത്തിബ്, ശേഷം 4 റക്അത്ത് റവാത്തിബ്. നരകമില്ല, 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 നരകമില്ല. നരകം അവനെ തൊട്ട് ഹറാമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരിൽ അല്ലാഹു നമ്മെ ചേർത്തി തരട്ടെ. നരകം ഹറാമായവരുടെ കൂട്ടത്തില് അല്ലാഹുവേ ഞങ്ങളെ നീ പെടുത്തി തരണേ അല്ലാഹുവേ. അപ്പൊ ഇന്ന് ഇത്ര പഠിക്കുക. സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് റവാത്തിബ് സുന്നത്ത് നിസ്കാരം ദുനിയാവും അതിലടങ്ങിയ സകല വസ്തുക്കളെക്കാൾ ഖൈറാണ്. 2 വിശുദ്ധമായ ളുഹറിന്റെ മുമ്പും ശേഷവും 4 റക്അത്ത്, മുമ്പും 4 ശേഷവും 4 റക്അത്ത് റവാത്തിബ് നിസ്കരിക്കാൻ ആത്മാർത്ഥതയോടുകൂടെ നമ്മൾ ഇതിന് തയ്യാറാകുക. അങ്ങനെ തയ്യാറായാൽ ഹറമല്ലാഹു തആല അലന്നാർ, നരകത്തിന്റെ മേൽ ആ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാണ്, അവനിക്ക് നരകം ഹറാമാണ്. അല്ലാഹു നരകത്തിൽ കടത്തു. ഞങ്ങളെ നീ കാക്കണമേ അല്ലാഹ്, ഞങ്ങളെ നീ കാക്കണമേ അല്ലാഹ്.